നാളത്തേക്ക് മാറ്റിവെക്കാറില്ലല്ലോ. ഇന്നിപ്പോ എന്താ പറ്റിയ നിനക്ക്? മത്സരത്തിന് ഇനി അതേ ദിവസമില്ല. നീ ആദ്യമായി സംഘടിപ്പിക്കുന്ന മത്സരമാണിത്. ഒരു കുറവും വരാൻ പാടില്ല. ഗംഭീരമായിരിക്കും. ഇന്ന് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കും. ഓക്കെ അച്ഛാ. അപ്പോ വാപ്പോ. ശരി. സുബ്രു, എന്റെ പേഴ്സ് മുകളിലായി പോയി. നീ ഇവിടെ നിൽക്കും, ഞാൻ എടുത്തിട്ട് വരാം. ഞാനും വരാം. അയ്യോ, വലിയുഞ്ഞ് പുറത്തു പോയാൽ എങ്ങനെയാ? എനിക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാവണം വലിയുഞ്ഞെ. നീ എന്റെ റൂമിലല്ലേ ഇരിക്കുന്നേ, എന്തിനാ പേടിക്കുന്നേ? കഥക് ലോക്കിട്ടിരുന്നാ മതി, ആരും വരാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും വന്നാ തന്നെ നീ തുറക്കാൻ നിൽക്കണ്ട. ഞാൻ കഥകും പൂട്ടി താക്കോലും കൊണ്ട് പോയെന്ന് വിചാരിച്ചോളൂ. പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. കഥക് 2 പ്രാവശ്യം തട്ടിയാ അത് ഞാനാണെന്ന് കരുതിക്കൊള്ളാം. ശരി, പെട്ടെന്ന് വരണേ വലിയുഞ്ഞെ. പെട്ടെന്ന് വരാം. നീ കഥക് ലോക്ക് ചെയ്യ. അതിന്റെ ഉത്തരം ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ എന്തിനാ എന്റെ മുറി തുറക്കാൻ നോക്കിയത്? അത് ശരീരത്തിന് തടി കൂടുന്നുണ്ടോന്നൊരു സംശയം. അതുകൊണ്ടേ ബാഡ്മിന്റൺ കളിക്കാൻ ആനന്ദേട്ടന്റെ ഷട്ടിൽ ബാറ്റ് എടുക്കാൻ വന്നതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നീ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നല്ലേ? ഇതൊന്നുമല്ല, വേറെന്തോ ഉദ്ദേശത്തിലാ വന്നത്. അയ്യോ ആനന്ദേട്ടാ, സത്യമായിട്ട് ഞാൻ ബാറ്റ് എടുക്കാൻ വന്നതാ, തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. തടി കുറയ്ക്കാൻ നീ തീറ്റ കുറച്ചാ മതി. നിനക്ക് ബാറ്റ് പോരെ? തിരിഞ്ഞിരിക്കാൻ. തിരിഞ്ഞിരിക്കാൻ. ആന്റി, ഞാൻ ഈ ബാറ്റ് എടുക്കാൻ ആനന്ദേട്ടന്റെ റൂമിൽ പോകുമ്പോ ആനന്ദേട്ടൻ സ്റ്റെയർ ഇറങ്ങി താഴെ പോവായിരുന്നു. ഞാൻ മുറി തുറക്കാനായിട്ട് കതകിനരികിൽ എത്തിയപ്പോ ആനന്ദേട്ടൻ അവിടെ പാഞ്ഞെത്തി. എന്തിനാ റൂം തുറന്നേന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു. ആനന്ദേട്ടൻ ഇത്ര ടെൻഷനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അവനില്ലാത്ത സമയത്ത് ചെന്ന് നീ അവന്റെ റൂം തുറക്കാൻ നോക്കിയാ പിന്നെ നിന്നോട് ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമല്ലേ? അതല്ല ആന്റി, ആനന്ദേട്ടന്റെ പരിഭ്രമവും ആ ടെൻഷനൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്ത് സംശയം? അത് ആനന്ദേട്ടൻ ആ റൂമിൽ ഉള്ളത് തീർച്ചയാ. ജയന്തി, നീ നിന്റെ സംശയമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കല്യാണിയുടെ കല്യാണ ചെക്കനെ തട്ടിക്കൊണ്ടുപോയ കഥയൊന്നും ഇവിടെ ആരും മറന്നിട്ടുണ്ടാവില്ല. നിന്നെ തിരികെ ഇതിനകത്ത് കേറ്റാൻ ഞാൻ ഒത്തിരി പാടുപെട്ടതാ. അതുകൊണ്ട് വലിയ ഡിറ്റക്റ്റീവ് പണിക്കൊന്നും പോയി തൃച്ചംബരത്തൊന്നും പുറത്താകാനുള്ള വഴി ഒപ്പിക്കല്ലേ. ഇനി പുറത്തായ പിന്നെ പിണ്ടം വെച്ചൊന്ന് കൂട്ടിയാ മതി. ശരിക്ക് തരാം. എനിക്കറിയാച്ച, പക്ഷെ അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കും എന്റെ മറുപടി എന്താണെന്ന് അച്ഛനും നന്നായിട്ട് അറിയാം. പിന്നെ സംസാരിച്ചു എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ വേണോ അച്ഛാ? നീ പറയുന്നത് ശരിയാ. മൗനത്തെക്കാൾ മനോഹാരിത വാക്കുകൾ കൊണ്ടെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ സംസാരിക്കാവുന്ന. അരവിന്ദ്, ഈ ലോകത്ത് തെറ്റുകൾ പറ്റാത്തവരായ ആരുമില്ല. പക്ഷെ ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് ശരിക്കും തെറ്റാവുന്നത്. അത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പല ജീവിതങ്ങളും വഴിമുട്ടുന്നത് ഇഷ്ടപ്പെടുന്നവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിനുവേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ്. മോനെ, പരസ്പരം തോറ്റുകൊടുക്കും തോറും വിജയിക്കുന്ന ഒന്നാണ് കുടുംബജീവിതം. തോറ്റൊടുവി ഞാനല്ലാണ്ടായതച്ഛ. നീ തോറ്റതല്ല, തോൽപ്പിക്കുകയായിരുന്നു സ്വയം. ഭാര്യയായി വന്നു കയറിയ ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളെ കെടുത്താൻ നിനക്ക് എന്ത് അവകാശമാ മോനെ ഉള്ളത്? ദാമ്പത്യത്തിന് ഉടമ്പടി വച്ചതേ തെറ്റ്. ഓക്കേ, നിന്റെ കൂടപ്പുറപ്പ് അവൻ നിനക്ക് വലുതാണ്. ദേഷ്യം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛ.
എനിക്ക് എന്റെ തോന്നലുകൾ പലപ്പോഴും ശരിയായി തോന്നിയിട്ടുണ്ട് അച്ഛ, പ്രത്യേകിച്ച് നന്ദനയുടെ കാര്യത്തിൽ. മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് അച്ഛന്റെയും കൂടെ കടമയാണ്. പരസ്പരം ക്ഷമിക്കാൻ തയ്യാറായി തെറ്റിദ്ധാരണകളൊക്കെ തീർക്കണം. അല്ലെങ്കിൽ സ്നേഹം നഷ്ടമാകും. സ്നേഹമില്ലാത്തടത്ത് സംസാരമില്ല, സംസാരമില്ലാത്തടത്ത് അകൽച്ച സംഭവിക്കും. ആ അകൽച്ച ബന്ധങ്ങളില്ലാതാക്കും. ഞാൻ പറയുന്നത് മോന് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ പോയി അവളെ വിളിക്ക്. തോറ്റുകൊടുത്തിട്ടേ ഉള്ളൂ ലോകത്തെ ഏതൊരച്ഛന്. അച്ഛ, എന്റെ അച്ഛൻ ഇങ്ങോട്ടും പോണ്ട. ഞാൻ ജീവിച്ചിരിക്കും എന്റെ അച്ഛൻ തോൽക്കുന്ന എനിക്കിഷ്ടമല്ല. അച്ഛ, ഞാനൊന്ന് ആലോചിക്കട്ടെ പ്ലീസ്. മത്സരത്തിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ അല്ലേ ഗംഗെ? അതെ ആന്റി. ഗംഗ ചെയ്തതാ ശരി. ഡാൻസ് ഒക്കെ അറിയാമെങ്കിലും ശ്രദ്ധയോടെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഓക്കെ ആന്റി. അവൻ കല്യാണിയെ ഏതോ ഡാൻസ് അക്കാദമിയിൽ കൊണ്ടാക്കിയിരിക്കുക. ഇനി ടീച്ചറിനെ വെച്ച് മത്സരം വരെ എന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ടീച്ചർ ഇവിടെ താമസിച്ചോട്ടെ. ഓ, എന്നാ പിന്നെ വൈകണ്ട, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. മുകളിലെ സ്ഥലമുണ്ടല്ലോ, വിലാസിനെ കാണിച്ചു കൊടുക്ക. ആ ശരി ചേച്ചി. എനിക്കൊന്ന് പുറത്തേക്ക് പോണം. ഓക്കെ, ശരി ആന്റി. ഓൾ ദി ബെസ്റ്റ്. ഇത് ഗംഗയെ ഡാൻസ് പഠിപ്പിക്കുന്ന ശബ്ദം. ദേവി, എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ആനന്ദേട്ടന്റെ റൂമിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. അതെന്തായിരിക്കും? ഇനിയിപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതല്ല, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. ഇവക്ക് എന്ത് പറ്റി? എന്തായാലും ഒന്ന് പോയി നോക്കിക്കളയാം. ദേ പോണ്. ജയന്തി, ഈ ആലോചിച്ച് കൂട്ടുന്ന ആന്റി, ഗംഗ ഡാൻസ് പഠിക്കുന്ന സമയത്ത് ആനന്ദേട്ടന്റെ റൂമിൽ എന്തോ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടതാ. ആ കല്യാണി ആനന്ദേട്ടന്റെ റൂമിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കെന്തോ സാരമായിട്ട് പറ്റിയിട്ടുണ്ട്. അന്ന് രാത്രി നീ എന്തോ കൊണ്ട് പേടിച്ചെന്നാ എന്റെ സംശയം. ആന്റി, അയ്യോ ആന്റി, ഞാൻ അവളെ കണ്ടതാ. അവൾ ആനന്ദേട്ടന്റെ റൂമിൽ തന്നെ കാണും. ആന്റി എന്റെ കൂടെ വാ, ഞാൻ ഇപ്പൊ കല്യാണിയെ കാണിച്ചുതരാം. വാ. അയ്യോ വിടടി. നീ എന്നെ എങ്ങോട്ടാ വലിച്ചോണ്ട് പോന്നേ? കഷ്ടം തന്നെ. താക്കോലുമായിട്ട് പോയതായിരിക്കും. ആനന്ദേട്ടൻ അങ്ങനെ കഥവ് പൂട്ടിട്ട് പോവാറില്ലല്ലോ.
ആന്റി, ഇതും കൂടിയായപ്പോ എനിക്ക് ഉറപ്പായി അവൾ ഇതിനകത്ത് തന്നെയുണ്ട്. നിനക്ക് അത്ര ഉറപ്പാണെങ്കിൽ റൂം നമുക്ക് തുറന്നു നോക്കാം. ഈശ്വര, വിലാസിനി മഠത്തിന്റെ ശബ്ദമാണല്ലോ. നീ പോയി ആ സ്പെയർ താക്കോലിട്ടിരിക്കുന്ന റൂമിൽ നിന്ന് ഇതിന്റെ താക്കോൽ എടുത്തോണ്ട് വാ. ആ ശരി ആന്റി. ഇതിന്റെ താക്കോൽ ഏതാന്ന് അറിയില്ല. ആ അല്ലെങ്കിൽ വേണ്ട, എല്ലാം എടുത്തിട്ട് വരാം. ശരി തന്നെ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. പോയി വിടണം. നീ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കാരണം. എവിടാന്ന് വെച്ചാ കൊണ്ടുവെക്ക്. ഏത് മുറിയിൽ എന്ത് ബഹളം കേട്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ? എന്താ ഇവിടെ? പൊളി അങ്ങോട്ട് പോവാനാ പറഞ്ഞത്. കുറച്ച് വെള്ളം വേണം വല്യുകുഞ്ഞെ. നിനക്ക് എന്താ പറ്റിയത്? ആദ്യം കുറച്ച് വെള്ളം താ. കുടിക്കേ. ആ സുബ്രു കാര്യം അല്ല, എന്നോട് എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാം, നീ വാ. പറയാനന്ത, എന്താ പ്രശ്നം? പറയാം, നീ ഇരിക്കേ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? നീ എന്താ ആരാ? എന്റെ കൂട്ടുകാരൻ. വെറും ഒരു കൂട്ടുകാരനോ? വെറും ഒരു കൂട്ടുകാരനല്ല, നിനക്ക് വേണ്ടി ചങ്ക് പറിച്ചു തരാൻ പോലും മടിയില്ലാത്ത കൂട്ടുകാരൻ. അപ്പോ നീ എനിക്ക് എന്തും ചെയ്തു തരും. നിനക്കെന്താ സംശയമുണ്ടോ? ദേ ഇങ്ങോട്ട് നോക്ക്. നീ ചോദിച്ചാ ഞാൻ എന്റെ ജീവൻ വരെ തരും. എന്താ ഇപ്പൊ വേണോ? എനിക്ക് നീ ജീവനൊന്നും തരണ്ട, ഒരു ചെറിയ ചതവ് മതി. അയ്യോ അനന്തേ, നീ എന്തേ കാണിക്കുന്നത്? മിണ്ടരുത് അനന്തേ, പ്ലീസ്. വേണ്ട വേണ്ട വേണ്ട, കാലാണ്, കളിക്കരുത്. ഇവൻ എന്നെ കൊന്നേ അമ്മേ. എടാ കാലമാടാ, നീ എന്നെ കൊല്ലാനാണോ വിളിച്ചു വരുത്തിയത്? എന്റെ കാലൊടിച്ച് ദൈവമേ. ഇത് കഷ്ടം തന്നെ. ആന്റി, നമ്മൾ എപ്പോഴും സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തോണ്ടേയിരിക്കണം. എനിക്ക് സന്തോഷം തരുന്നത് ഇതൊക്കെയാ, ഞാനതങ്ങ് ചെയ്യുന്നു. നിനക്ക് ഈ പ്രഷറും കൊളസ്ട്രോളും ഒന്നും വരത്തില്ലേ? ഇല്ല. ആ അതെങ്ങനെയാ? അതിന് നിന്നെ പേടിയായിരിക്കും. അടുത്ത് വന്നാ നീ പിടിച്ച് തിന്നാലോ. പോ ആന്റി, ആന്റിയുടെ ഒരു തമാശ. അയ്യോ, ഡോക്ടറാണല്ലോ. ഡോക്ടർ എന്താ ഇപ്പോ? ഇനി ആർക്കെങ്കിലും ഇവിടെ വയ്യാതായോ? ആന്റി, ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് ആനന്ദേട്ടന്റെ മുറിയിൽ എന്തോ ശബ്ദം കേട്ടുന്ന്. അത് കല്യാണി വീണതായിരിക്കുമെന്നാ എന്റെ സംശയം. ഡോക്ടർ, നല്ല വേദനയുണ്ട്. ഒന്ന് പെട്ടെന്ന്. വരുന്നു. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വരെ കല്യാണി സുരക്ഷിതയായിരിക്കണം. അതിനാ ഞാൻ കല്യാണി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഓക്കെ, നീ പറയുന്നതൊക്കെ ശരി. കല്യാണി ഈ റൂമിലുണ്ടെന്നെങ്ങാനും അഖിലാന്റി അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മ അറിഞ്ഞാൽ എനിക്കല്ല പ്രശ്നം, നിനക്കാ. എനിക്കോ? എനിക്കെന്ത് പ്രശ്നം?
ഞാനെന്ത് ചെയ്തു? കല്യാണിയെ ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് നിർത്താനുള്ള ഐഡിയ തന്നത് നീയല്ലേ? അത് ഞാൻ അമ്മയോട് പറയും. ഞാനപ്പോ പറഞ്ഞു കല്യാണി റൂമിലേക്ക് കൊണ്ടു നിർത്താൻ. എടാ, അന്ന് ഇവിടെ വെച്ച് നീ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? കല്യാണിയെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള വഴി നോക്കാൻ. എന്റെ ശബ്ദം കേട്ട് പേടിച്ച് വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുമായിരിക്കും. ഞാൻ അവനെ അവിടെ പോയി കണ്ടോളാം. വേണ്ട വിലാസിനെ, ആ ശിവരാമേട്ട, അവനെ വിളിക്കും. അരവിന്ദേ, അരവിന്ദ് കൃഷ്ണ. അരവിന്ദേ, നീ വന്നില്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ എടുത്തോണ്ട് വരും. നിന്റെ തന്തയും തള്ളയും ഇന്ന് ഉരുകിയതുപോലെ നീയും ഉരുകി നീറണം. അതെന്നെ കൊണ്ട് വെറുതെ വിളിപ്പിക്കരുത്. അന്ന് പല പ്രാവശ്യം മോൾ ഒറ്റയ്ക്ക് എന്റെ റൂമിൽ കയറി വന്നപ്പോഴും എന്നോടൊപ്പം ഒരുമിച്ച് മദ്യപിച്ചിരുന്നപ്പോഴും അവള് വന്നതുപോലെ തന്നെയാ തിരിച്ചു പോയിട്ടുള്ളത്. ആന്റി പറഞ്ഞ ആണത്വം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ അഖിലാണ്ടേശ്വരിയുടെ രക്തത്തിൽ പിറന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാ അവള് നശിക്കാതിരുന്നത്. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് പേരക്കുട്ടി ഒക്കത്ത് വെച്ച് നടക്കേണ്ടി വന്നേനെ. ബഹുമാനിയായ മഹേശ്വരി അമ്മ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ പിഴച്ചു പോകും. പിന്നൊരു കാര്യം, അവള് ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന എന്റെ അച്ഛനെയും എന്നെ ഞാനാക്കിയ എന്റെ അമ്മയും അടച്ചാക്ഷേപിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോയത്. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണ പോലെ അത്ര മാന്യനല്ല ഈ അരവിന്ദ് കൃഷ്ണൻ. അതുകൊണ്ട് ആദ്യം എന്റെ അച്ഛനോടും അമ്മോടും മാപ്പ് പറഞ്ഞിട്ട് മതി അവളെ ഇനി ഇങ്ങോട്ട് പോർക്കാൻ വരുന്നത്. മോനെ, അത് അച്ഛനൊന്നും പറയണ്ട. ഇത് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണന്റെ തീരുമാനോ? മലപ്പുറം കത്തി, വടിവാള് എല്ലാം പോയി. ഗോളി സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കയറ്റിയ പോലെ ആയി. ഇനി പോയി കിടന്നുറങ്ങാല്ലേ? വാ. എന്റെ ദേവി, ഞാൻ ഈ മുറിക്കകത്തായി പോയല്ലോ. അല്ലെങ്കിൽ നന്ദന മേഡത്തിന്റെ വീട്ടിൽ പോയി കാല് പിടിച്ചെങ്കിലും കൂട്ടിക്കൊണ്ടു വരായിരുന്നു. മുമ്പൊരിക്കൽ ജീവൻ വരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാ അനിയും കുഞ്ഞും നന്ദനയും തമ്മിലുള്ള കല്യാണം പോലും നടന്നത്. അതെന്തിനായിരുന്നു? നമ്മളെ കോമാളികളാക്കുമായിരുന്നു അല്ലേ? അഖിലേ, മതി. എനിക്കെന്തോ ഒരു അസ്വസ്ഥത. അല്പം വെള്ളം വേണം. കൃഷ്ണേട്ട, എന്തു പറ്റി? ഡോക്ടറെ വിളിക്കണോ? അതിന്റെ ഒന്നും കാര്യമില്ല. ചെറിയൊരു തലവേദന രാവിലെ തുടങ്ങിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറാവുന്നേ. നീ കുറച്ച് വെള്ളവും ആ ടാബ്ലറ്റും കിടക്കും. നല്ല ചൂടുണ്ട്, ഡോക്ടറെ വിളിക്കാം. വേണ്ടാകില്ലേ, എനിക്കൊന്നുമില്ല. നീ ആ ടാബ്ലറ്റും കിടക്ക. ചെല്ലേ. എന്താ കഴിക്കാത്തെ? എന്തുപറ്റി? എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നെ? ഓ, ദാസേട്ടനെ അനിയൻകുട്ടനെ കുറിച്ച് ആലോചിച്ചായിരിക്കും. അതല്ല വലിയ കുഞ്ഞെ. പിന്നെ ഇന്ന് നന്ദന മേഡത്തിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. ആ, നന്നായി. ഞാൻ ആന്റിയെ അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കാനിരുന്നതാ. ഇരിക്കെ, പറയാം മോനെ.
അതൊന്നും തൃച്ചംബരത്ത് ആരും ഇന്നേ വരെ ചോദിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. അതിലൊരു മോഹം ഞാനിപ്പോ ബ്രോയോട് പറയാം. ഈ തൃച്ചംബരം തറവാട്ടിൽ ആദ്യം ഓടി നടക്കാനുള്ളത് എന്റെ ബ്രോയുടെ കുഞ്ഞ. ആ കുഞ്ഞിന്റെ ഇളയച്ച എന്നൊരു വിളി കേട്ടിട്ട് മതി എനിക്കൊരു കുഞ്ഞ്. ഇതെന്റെ വെറും ഒരു മോഹം മാത്രമൊന്നുമല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം കൂടിയാ. ആ ഗംഗ ആന്റി, ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞങ്ങൾ 3 പേരും ഇറങ്ങുക. മീറ്റിംഗ് കഴിയാൻ ഒരു 2-3 മണിക്കൂർ ഏതായാലും എടുക്കും. ഓക്കെ ആന്റി. ആ കോൺഫറൻസ് ഹാളിൽ ചിലപ്പോ മൊബൈൽ ജാമർ കാണും. അതുകൊണ്ട് മിക്കവാറും ഞങ്ങളെ ആരെയും വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓഫീസ് റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവരറിയിക്കും. കുഴപ്പമില്ല ആന്റി, ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ട്. മാഡം, ആ കൃഷ്ണേട്ടന് ചെറിയൊരു തലവേദന ആയതുകൊണ്ട് റൂമിൽ റെസ്റ്റ് ചെയ്യുക. കുറച്ച് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുക. ശരി മാഡം. ആരും അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യണ്ട. നല്ല റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് പോവാം. ശരി, പോവാം. ജയന്തി വാ, ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കാം. എനിക്ക് ചിക്കൻ ടിക്ക വേണം ആന്റി. ആ പറഞ്ഞ ഗംഗ, ഇന്ന് തൃച്ചംബരത്ത് അഖിലയും ആനന്ദവും അരവിന്ദും ഇല്ല. ഒരു അർജന്റ് മീറ്റിംഗിന് പോയി. ഫോൺ ജാമറുള്ള ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത് അത്ര. അതും ഏകദേശം 3 മണിക്കൂറോളം വരും. ഇത് ഗംഗയുടെ ശബ്ദമാണല്ലോ. 3 പേര് മീറ്റിംഗിന് പോയെന്നൊക്കെ ഇത് ആരോടായിരിക്കും പറയണേ? ശിവരാമൻ മാത്രം റൂമിലെ തലവേദന കാരണം റെസ്റ്റ് എടുക്കാം. ആരും ശല്യം ഉണ്ടാക്കരുതെന്ന് അഖിലാണ്ടേശ്വരിയുടെ ഓർഡർ. അവസാനം വേഗത്തിൽ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്നത് ആത്മബന്ധുക്കളുടെ അല്ലെങ്കിൽ 2 ശരീരവും ഒരു മനസ്സുമായി നടക്കുന്നവരുടെ വേർപിരിയല പല മൂർച്ചയുള്ള മനസ്സുകളുടെയും മുനയൊടിക്കുന്നത്. ഇവിടെയും അത് സംഭവിക്കണം. നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ലിക്വിഡ് ശിവരാമകൃഷ്ണൻ റെസ്റ്റ് എടുക്കുന്ന റൂമിലെ AC-യിൽ ഫിറ്റ് ചെയ്യാം. ആ ലിക്വിഡ് ബോട്ടിൽ AC-യുടെ ലീഫിൽ ഫിറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിനകം മുറി നിറയെ അതിലടങ്ങിയിരിക്കുന്ന ഒരു സ്ലോ പോയിസൺ ഗ്യാസ് വ്യാപിച്ച് ശിവരാമകൃഷ്ണന്റെ ശ്വാസം നിലയ്ക്കും. എന്തിനേയും ബോധ്യപ്പെടുത്താൻ നിനക്കാവണം. കാലം നമുക്ക് ഓരോരോ അവസരങ്ങൾ തരും. ചിലരെ ഒഴിവാക്കാനും ചിലരെ മനസ്സിലാക്കാനും മറ്റു ചിലരെ നമ്മൾ ആരാണെന്ന് അറിയിക്കാനും. ഒന്നുകിൽ തിരശീല വീഴണം, അല്ലെങ്കിൽ കാണികൾ ഒന്നടങ്കം കൈയടിക്കണം. വെറുതെ ഒരു നാടകമാവരുത് എന്നർത്ഥം. ശിവരാമന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ കല്യാണി അഖിലാണ്ടേശ്വരിയുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയതെന്ന് നമുക്കിവിടെ ഒരു റെഫറൻസ് ആക്കാം. ശ്രദ്ധയോടെ വേണം ഓരോ നീക്കവും, ഇല്ലെങ്കിൽ അറിയാലോ. സാറ് ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിച്ചോളൂ.
പറഞ്ഞ കേക്കും പ്ലീസ് കൊതി ആയിട്ടാ അതല്ലേ. എനിക്ക് തോന്നി നീ വിളിച്ചപ്പോഴേ ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ കരിമീനും കൂട്ടിയെ കഴിക്കൂ. ശരി വാ. ഇന്നാ പൊരിച്ച മീനും കൂട്ടി ശരിക്കൊന്ന് ഉണ്ണണം. എന്തുപറ്റി ഒരു ടെൻഷൻ പോലെ? അതിന്റെ ആന്റി ടെൻഷൻ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും താമസിച്ച ആ ദേ ഇത് കണ്ടോ, നോക്കാൻഡി. ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ മൊബൈലിലാ. ഈ സമയത്ത് റൂമിലേക്ക് പോയാലോ? സൂപ്പർ സ്റ്റെപ്പാ. ഈ ഡാൻസ് ഗംഗയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. അധികം ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ മാത്രം എടുത്ത മീറ്റിംഗ് ആയിട്ട് മാറിയെന്ന് പറയാം. ഓ അതാണ് കാര്യം. മാഡം വന്നത് നന്നായി. സാറിന്റെ കാര്യങ്ങള് ഇനി മാഡം നോക്കിക്കോളൂല്ലോ. ദേവി നീ കാത്തു. ഞാനിനി എങ്ങനെ റൂമിലേക്ക് പോവാ? എന്തുപറ്റി? നീ ആകെ ടെൻഷനിലാണല്ലോ. നിന്റെ മുഖമൊക്കെ നന്നായിട്ട് വേർതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല ആന്റി, ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഓ അത് ശരി, വാ. അത് हाँ हेलो सेठ जी, मैं कुछ समय के बाद बुलाऊंगा. ഇതെന്താ പതിവില്ലാതെ റൂമൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നത്? അത് ആ ജയന്തി ഓരോരോ കാര്യത്തിനായിട്ട് എന്റെ റൂമിൽ ഒന്ന് കയറുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ലോക്ക് ചെയ്തതാ. അത് നന്നായി. അല്ല ബ്രോസ് എഴുതിയിട്ട് സംസാരിക്കുന്നില്ലേ? ഫോൺ കട്ടായി പോയി, എന്തോ റേഞ്ച് പ്രോബ്ലം. നിനക്കെന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. വാ നിന്റെ റൂമിലേക്ക് പോവാം. ഈ ബ്രോയ്ക്ക് ഇതെന്ത് പറ്റി? നമുക്ക് ഈ റൂമിലിരിക്കാം ബ്രോ. റൂം ഓർക്ക്. എന്താ ബ്രോ വല്ല ചുറ്റുകളിയുണ്ടോ? ഏയ് അല്ല. അച്ഛാ നോക്കിയേ, അമ്മ കരയുന്നു. അച്ഛാ അച്ഛാ ഒന്ന് നോക്കച്ഛാ. അച്ഛാ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. അപ്പൊ തൃച്ചംബരത്തെ ശിവരാമന്റെ ചാപ്റ്റർ ക്ലോസ്. അച്ഛനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? ഇവിടെ അടുത്തൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെയുള്ളൊരു ഡോക്ടറെ ഞാൻ വിളിച്ചത്. ഇപ്പൊ ഇവിടെ എത്തും. സുജാത, ഡോക്ടർ ഇപ്പൊ എത്തും, കൂട്ടിക്കൊണ്ടുവരൂ. ശരി സർ. എന്താ അമ്മ ഇത്? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അച്ഛനൊന്നും സംഭവിക്കില്ല. ഡോക്ടർ ഇപ്പൊ എത്തും. ഒന്ന് കണ്ണോർക്കച്ഛ. അച്ഛാ അച്ഛ നോക്കി. അച്ഛൻ ഞങ്ങൾ വെറുതെ വിഷമിപ്പിക്കില്ലേ? അച്ഛാ
പെട്ടെന്ന് എന്തോ ശ്വാസതടസ്സം വന്ന് ബോധം പോയതാവാനാ സാധ്യത. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോ ശരിയാവാനേ ഉള്ളൂ. ഏതായാലും നോക്കാം. ഇങ്ങോട്ട് നോക്കട്ടെ. എന്നെ വെറുതെ കുറ്റക്കാരിയാക്കരുത്. ഞാൻ പറയുന്നത് സത്യമാ. നീയാ ഇത് ചെയ്തത്. ആനന്ദ്, അനാവശ്യം പറയരുത്. ആന്റി പറയുന്നത് കേട്ടില്ലേ? ആന്റി വിശ്വസിക്കുന്നുണ്ടോ ഞാനാ ഇത് ചെയ്തേന്ന്? വിശ്വസിക്കും. അമ്മയെന്നല്ല, ആരും വിശ്വസിക്കും. കാര്യം എന്റെ കയ്യിൽ തെളിവുണ്ട്. അരവിന്ദ്, നീ പോയി ആ ക്യാമറ ഫുട്ടേജ് എടുത്തോണ്ടോ. അതിലറിയാലോ ഈ റൂമിൽ ആരൊക്കെയാ വന്നതെന്നും ആരാ ഈ ലിക്വിഡ് ഫിക്സ് ചെയ്തതെന്നും. മുംബൈയിൽ അച്ഛന് തലവേദന വരുമ്പോ എന്നെ കൊണ്ട് ഈ ബോട്ടിൽ AC ഫിക്സ് ചെയ്യിക്കുന്നത്. അതാ അങ്കിളിന് വയ്യെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു പോയത്, അല്ലാതെ വേറൊന്നും. ഇനി ഏത് മരുന്നെന്ന് പറഞ്ഞാലും എന്റെ റൂമിൽ വന്ന് എന്റെ അനുവാദം ഇല്ലാതെ അത് ഫിക്സ് ചെയ്തത് തെറ്റ് തന്നെയാ. നീ ആയതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ച ഇല്ല ആന്റി, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ കൂടെയുള്ളത് പോലെയാണെന്ന് പറഞ്ഞു തന്നതല്ലേ ഞാൻ. എന്നിട്ട് അതിനൊരു മാന്യത കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് അലക്ഷ്യമായി താഴേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പോവുകയും ചെയ്തു അല്ലേ. ഇതിന്റെ മൂല്യം തിരിച്ചറിയാത്ത നിനക്ക് ഈ പരമ്പരാഗത മോതിരം ഊരിയിട്ട് തന്നത് എന്റെ തെറ്റാ. ഇനി ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വാ. എവിടെ? അവളിവിടെ പുറത്തെങ്ങാനും കാണും. വാ. ആണെന്നും അനുഭവം കൊണ്ട് കറുപ്പാണെന്നും അവര് നമ്മളെ ബോധ്യപ്പെടുത്തും. നിന്റെ ഉള്ളിൽ കറുപ്പാണെന്നും അത് നിറയെ വിഷമാണെന്നും നീ തന്നെ പലപ്പോഴായി ബോധ്യപ്പെടുത്തി തന്നതാണ്. ഇന്ന് വീണ്ടും നീ അത് ആവർത്തിച്ചിരിക്കുക. തൃച്ചംബരത്തേക്കുള്ള നിന്റെ ഈ വരവിന് പിന്നിൽ ഗൂഢമായി എന്തോ ലക്ഷ്യമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിന്റെ ഭാഗമാണ് നിന്റെ ഓരോ വെല്ലുവിളി. വെല്ലുവിളിക്കുന്നതിലല്ല, അതിപ്പോ ആർക്കും ആരോടും നടത്താം. എന്നാൽ അത് ജയിച്ച് കാണിക്കണം. അതാ കഴിവ്. അതുപോലെ നീ എത്ര വലിയ നർത്തകിയാണെങ്കിലും നിന്നെ തോൽപ്പിച്ച കല്യാണി ബ്രാൻഡ് അംബാസിഡർ മത്സരം ജയിച്ചിരിക്കും.
എന്റെ ആ ജയം നിനക്ക് സമ്മാനിക്കുന്നത് എന്താണെന്ന് കാലം കാണിച്ചു തരും. ഈ തൃച്ചംബരത്തിന്റെ നാശമാണ് നിന്റെ വരവിന്റെ പിന്നിലെങ്കിൽ നിന്റെ കൗണ്ട് ഡൗൺ അവിടെ തുടങ്ങിയെന്ന് നീ മനസ്സിലാക്കിക്കോ. തോൽവിയുടെ നിമിഷങ്ങൾ എണ്ണി തുടങ്ങിക്കോ നീ. ഇതെന്തു പറ്റി? കല്യാണി എന്താ വാതിൽ തുറക്കാത്തെ? ഇതെന്താ ഇത്ര നേരമായിട്ടും വാതിൽ തുറക്കാത്തെ? ഇനി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാണോ? കല്യാണി, കഥ തുറക്ക. വാതിൽ തുറന്നു കിടക്കാണല്ലോ.